ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു പിടി താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. ആകെ 7 താരങ്ങൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. അതിലൊരു താരമാണ് അലക്സാണ്ട്രെ കോയഫ്. ക്ലബിനകത്ത് കേവലം 6 മാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, മധ്യനിരയിലേക്ക് ഡുഷാൻ ലഗാത്തോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്നു. അതോടുകൂടിയാണ് കോയഫിന് ക്ലബ്ബ് വിടേണ്ടി വന്നത്. ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ അദ്ദേഹം പുതിയ ക്ലബിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അതായത് ഫ്രാൻസിലെ 3ാം ഡിവിഷൻ ക്ലബായ വലൻസിയന്നസ് FC ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ മെഡിക്കൽ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് കോയഫ് അവരുമായി ഒപ്പുവെക്കുന്നത്. അതായത് ഫ്രാൻസിലെ 3ാം ഡിവിഷൻ ലീഗിലാണ് ഇനി മുതൽ കോയഫിനെ നമുക്ക് കാണാൻ കഴിയുക. ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകനായ മാർക്ക് മെഷിനോവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സിലൊക്കെ നമുക്ക് ഇക്കാര്യം കാണാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ തന്റെ ജന്മനാട്ടിലേക്ക് തന്നെ കോയഫ് മടങ്ങുകയാണ്. നമുക്കറിയാം, ഫ്രഞ്ച് താരമാണ് കോയഫ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കോയഫിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ നിരാശയുണ്ട്. വലിയ പ്രതീക്ഷകളോട് കൂടി ക്ലബിലേക്ക് വന്ന ഒരു താരത്തിന് അതിനനുസരിച്ച് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വലിയ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.